ഇന്ന് നമുക്ക് കിട്ടിയത് മോതമീനാണേ. പിന്നെ നമുക്ക് ഒന്ന് കറി വെച്ചെടുക്കാം. ഇതിപ്പോൾ ഇനി എങ്ങനെ എവിടെ നിന്ന് മുറിക്കും? മുള്ളൊക്കെ പോട്ടെ. നമുക്കിതിൻ്റെ ചെറിയൊരു തൊലിയുണ്ട്, അതൊന്ന് പൊളിച്ചെടുക്കാം. കത്തിക്ക് ഇച്ചിരി മൂർച്ച കുറവാണെന്ന് തോന്നുന്നു. മീനെ പീസാക്കിയിട്ട് ഇച്ചിരി ഉപ്പ് വെള്ളത്തിലോട്ടിട്ട് വെക്കാം. കഷ്ണമൊക്കെ ഇച്ചിരി ഉറപ്പ് കിട്ടട്ടെ. ഇതെല്ലാം നമുക്കൊന്ന് പീസാക്കി എടുക്കാം. നമ്മുടെ മീനെല്ലാം വെട്ടി കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കറി വെക്കാം. ബാ, നമ്മുടെ ചട്ടി അടുപ്പത്തോട്ട് വെച്ചേക്കാം. ചട്ടി ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് മീൻ കറിക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടിരിക്കുക. കടുക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിന് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കറി വെച്ച പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് മീൻകറിക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് എടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്താണ് മീൻ വറ്റിച്ചെടുക്കുന്നത്. ഇത് നമ്മൾ കാശ്മീരി മുളക് പൊടി പിരിമുളക് വാങ്ങിച്ച് പൊടിച്ചതുകൊണ്ട് വലിയ എരിവില്ല. എരിവ് കുറവായതുകൊണ്ട് കുറച്ച് കൂടുതൽ മുളക് പൊടി ചേർക്കാം. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടേക്കാം. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മുടെ മുളക് പൊടിയെല്ലാം മൂത്തിട്ടുണ്ട്. ഇത് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്, ചൂടുവെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കാം. മീൻ വറ്റിച്ചെടുക്കുന്നതിന് ഇച്ചിരി നന്നായിട്ട് പുളിയുള്ളതാണ് നല്ലത്. കഷ്ണത്തിലൊക്കെ പുളിയൊക്കെ നന്നായിട്ട് പിടിച്ച് വരാൻ വേണ്ടി ഇച്ചിരി കൂടുതൽ പുളിയിടും. ഇനി നമുക്കിതിലേക്ക് ഇച്ചിരി ചൂടുവെള്ളം, തിളച്ച വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടാം. ഇനി ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ.
നമ്മുടെ മീൻകറി ഒന്ന് തുറന്ന് നോക്കാം. യേശുവിന് മീൻകറി കൂട്ടി ചോറ് തരട്ടെ? അതിനാ ചാറ് കുറച്ചുകൂടെ പറ്റിയാലും കുഴപ്പമില്ല അല്ലേ അനി? അപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. ശരിക്കും ഈ മീൻകറി ഇനി നാളെ എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റാണ്. കഷ്ണത്തിലേക്ക് നല്ലപോലെ പുളിയെല്ലാം പിടിച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാകും. ഇതിങ്ങനെ തന്നെ അടച്ച് മൂടി വെച്ചാൽ മതി.